ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ചെയ്യുന്നത് ഭയങ്കര അപാര അപാര പാട്ടായിരിക്കും പുറത്തു വരിക, അപാര മ്യൂസിക് ആയിരിക്കും. കാരണം ആ ലിറിക്സും അദ്ദേഹത്തിന്റെ വരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അതിങ്ങനെ ഹാർട്ട് ഫെൽറ്റ് എന്നൊക്കെ പറയുന്ന വരികളാണ്. ആഹാ. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം എപ്പോഴാ തുടങ്ങുന്നത്? ഒരു 18 വർഷം താളം എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്യുന്ന സമയത്ത് ആണ് പുള്ളിയെ ഞാൻ ആദ്യം റീച്ച് ഔട്ട് ചെയ്യുന്നത്. ഞാനും ചരണം യാക്സനും ചേർന്ന് ചെയ്തൊരു ആൽബമാണ്. അപ്പോൾ ആ സമയത്ത് അവിയലിൻ്റെ നടന്നടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളൊക്കെ വളരെ ഹിറ്റായി അവരുടെ ഒരു ആൽബം ഒക്കെ ഇറങ്ങിയിരിക്കുന്ന സമയം അതിൻ്റെ അകത്ത് പല പാട്ടുകളും അദ്ദേഹം എഴുതിയതാണ്. അപ്പോൾ ഞാൻ റെക്സേട്ടൻ്റെ അടുത്ത്, റെക്സ് വിജയൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് കോണ്ടാക്ട് കിട്ടിയത്. ചെന്നു. പിന്നെ ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ മനസ്സിലായി ഇത് പുള്ളിയായിട്ട് എന്തോ നമുക്കൊരു എളുപ്പമുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളിയായിട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ജെല്ലാവുകയും പിന്നെ ഒരു ചേട്ടനെ പോലെയുള്ളൊരു സ്നേഹം പുള്ളി എനിക്ക് തരികയും ചെയ്തിട്ടുണ്ട്. എന്നും അത് തുടരുകയാണ്. അടുത്ത ലേറ്റസ്റ്റ് പ്രോജക്റ്റായ ജോബ് 10 പാട്ടിൽ ഒരു 5 പാട്ടെങ്കിലും മൂപ്പരായി തന്നെ എഴുതും. അപ്പോൾ നമുക്കിത് കൺവേ ചെയ്യാൻ എളുപ്പമാണോ? ചിലപ്പം ലൈക്ക് മൈൻഡ്നെസ് ആയിരിക്കാം, നമ്മളൊരു ചിന്താഗതികളുടെ സാമ്യതകൾ ഉണ്ടാവും. അങ്ങനെ തന്നെ നമുക്ക് അത്ര സമയം ഒരു വ്യക്തിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം എല്ലാവരും ഒരുപോലെയല്ല ചിന്തിക്കുന്നത്. സിമിലറായിട്ട് ചിന്തിക്കുന്നവർ തമ്മിലൊരു ബന്ധം സ്ട്രോങ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പുള്ളി ഞാനും കുറേ കാര്യങ്ങൾ ഉറപ്പായിട്ടും വളരെ സിമിലർ തോട്ട് പ്രോസസ്സാണ് മേ ബി.